ജനങ്ങളിൽ നിന്നകന്ന അധികാരഗർവ്. CPM നേരിട്ട കനത്ത തിരിച്ചടിയുടെ രാഷ്ട്രീയ വിചാരണ. തെറ്റുതിരുത്തലുകൾ കേവലം കടലാസിലൊതുങ്ങുമ്പോൾ. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത തകർച്ചകളിലൊന്നാണ്. 1977 ശേഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തു പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലില്ലാത്ത ഒരു സാഹചര്യം ഇതാദ്യമായി സംജാതമായിരിക്കുന്നു. പാർട്ടിയുടെ പരാജയ കാരണങ്ങൾ നിരത്തി CPM കേന്ദ്ര കമ്മിറ്റി സ്വയം വിമർശനപരമായ അവലോകന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും കേവലം സംഘടനാപരമായ പാളിച്ചകൾക്കപ്പുറം പാർട്ടി അനുവർത്തിച്ച ശൈലിയും ശരികേടുകളുമാണ് ഈ ചരിത്രപരമായ തിരിച്ചടിക്ക് വഴിവെച്ചതെന്ന വിമർശനം ശക്തമാണ്. പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ. CPM റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. 1. വ്യക്തി കേന്ദ്രീകൃത പ്രചാരണവും BJP കോൺഗ്രസ് ആരോപണങ്ങളും. മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സർക്കാരിനെയും മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. ഇത് പ്രതിപക്ഷത്തിന് പാർട്ടി ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായ ആക്രമണം അഴിച്ചുവിടാൻ വഴിയൊരുക്കി. കൂടാതെ CPM BJP അന്തർധാര എന്ന പ്രതിപക്ഷ പ്രചാരണത്തെ ചെറുക്കാൻ രാഷ്ട്രീയ മുൻകൈ എടുക്കാൻ സാധിച്ചതുമില്ല. 2. വർഗീയ നിലപാടുകളിലെ വൈരുദ്ധ്യവും ന്യൂനപക്ഷ അകൽച്ചയും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ പാർട്ടി നേതാവായ മന്ത്രി വായിച്ചത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. ഇതിനൊപ്പം PM ശ്രീ പദ്ധതിയിലെ ആശയക്കുഴപ്പങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് കാണിച്ച മൃദു സമീപനവും ഇടതുപക്ഷത്തോടൊപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ അസംതൃപ്തിയുണ്ടാക്കി. 3. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും റിബൽ ഭീഷണിയും. കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച വീഴ്ചകൾ വലിയ തിരിച്ചടിയായി. പയ്യന്നൂർ, തളിപ്പറമ്പ്, അമ്പലപ്പുഴ തുടങ്ങിയ മേഖലകളിൽ ഉയർന്നുവന്ന റിബൽ സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം അണികൾക്കിടയിലുണ്ടായ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. 4. ഭരണവിരുദ്ധ വികാരവും ബ്യൂറോക്രസിയുടെ ജനവിരുദ്ധ സമീപനവും. പോലീസിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും ജനവിരുദ്ധ പെരുമാറ്റം, ജനങ്ങൾക്ക് മന്ത്രിമാരെ സമീപിക്കാനുള്ള ബുദ്ധിമുട്ട്, ക്ഷേമ പെൻഷൻ കുടിശ്ശിക, KSRTC സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ജനങ്ങളെ ഭരണമുന്നണിയിൽ നിന്ന് അകറ്റി. 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റെന്ന വസ്തുത ഭരണപരാജയത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പരാജയത്തെക്കുറിച്ചുള്ള ബാഹ്യമായ കാരണങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളുടെ യഥാർത്ഥ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്നു എന്നത് വ്യക്തമാണ്. അധികാര കേന്ദ്രീകരണവും അണികളിൽ നിന്നുള്ള അകൽച്ചയും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയിൽ ഉയർന്നുവന്ന അതിരുകടന്ന വ്യക്തിപൂജയും ഏകപക്ഷീയമായ തീരുമാനങ്ങളുമാണ് പ്രസ്ഥാനത്തെ സാധാരണക്കാരിൽ നിന്നും തൊഴിലാളി വർഗത്തിൽ നിന്നും അകറ്റിയത്. ജനങ്ങളാണ് പ്രഭുക്കൾ എന്ന് പറയുമെങ്കിലും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെയും ഘടകങ്ങളുടെയും വികാരങ്ങളെ വിലമതിക്കാതെ മുകളിൽ നിന്ന് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശൈലി ജനങ്ങൾ വോട്ടിലൂടെ തിരുത്തിക്കുറിച്ചു. അഴിമതി ആരോപണങ്ങളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും കൃത്യസമയത്ത് നടപടിയെടുക്കാൻ കാണിച്ച മടിയും പാർട്ടി നേതാക്കൾക്കിടയിൽ കണ്ടുവന്ന ആഡംബര ജീവിത രീതികളും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നൈതിക അടിത്തറ തകർത്തു. കൂടാതെ വികസനത്തിന്റെയും ക്ഷേമ പദ്ധതികളുടെയും പേരു പറഞ്ഞ് ജനങ്ങളെ തങ്ങളുടെ ചേരിയിൽ തന്നെ നിർത്താമെന്ന അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. രാഷ്ട്രീയമായ ആശയപ്രചാരണത്തിൽ വന്ന വീഴ്ചയാണ് ഇതിന് കാരണം. മാത്രമല്ല, സർക്കാർ ജീവനക്കാരെ ഇതുപോലെ അവഗണിച്ച മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. DA കുടിശ്ശിക മാത്രം തന്നെ എടുത്തു പരിശോധിച്ചാൽ ഓരോ ജീവനക്കാർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നു ചേർന്നത്. ക്ഷാമബത്ത കുടിശ്ശിക, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, NPS പുനഃപരിശോധന, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ടേമിലെ ഇടതു സർക്കാരുകൾ ജീവനക്കാർക്ക് നിഷേധിച്ചത്. 6 ഗഡു ക്ഷാമബത്ത തുടർച്ചയായി തടഞ്ഞുവെച്ചത് 5 വർഷമാണ്. അതിനിടയിലും ജീവനക്കാരന്റെ 1/5 ശമ്പളം 60 മാസമാണ് തട്ടിയെടുത്തത്. കേന്ദ്ര തുല്യ ക്ഷാമബത്ത അവകാശം അട്ടിമറിച്ച് 286 മാസത്തെ DA കുടിശ്ശികയാണ് കവർന്നെടുത്തത്. ലീവ് സറണ്ടർ അട്ടത്ത് വെച്ച് പൂട്ടിയത് 7 ആണ്ട്. ഒടുവിൽ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചതോ ഭരണം തീരുന്നതിന്റെ തലേനാളും. ഇതിന്റെയെല്ലാം ദുരിതം അനുഭവിച്ചവർ പിന്നെ എങ്ങനെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നാണ് CPM കരുതുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല, പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. കേവലം മാധ്യമങ്ങളുടെ തലയിൽ കുറ്റം ചാരുകയോ സംഘടനാ വീഴ്ചയെന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കുകയോ ചെയ്യുന്നതിനു പകരം ജനവിരുദ്ധ ശൈലികളും നേതാക്കളുടെ ധാർഷ്ട്യവും അവസാനിപ്പിച്ച് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ പാർട്ടിക്കിനി ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ.